ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ SHOയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എനിക്കിവിടെ പൗടിക്കോണത്ത് ആവുക്കുളം ഹെൽത്ത് സെൻ്ററിൻ്റെ അടുത്തായിട്ടൊരു 23 സെൻറ്റ് സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സ്ഥലത്തെ വഴി പ്രമാണത്തിൽ കാണുന്ന വഴി ഇല്ല. അപ്പം അത് കുറച്ച് മതിലിങ്ങനെ കരിങ്കല്ല് ഫൗണ്ടേഷൻ പോലെ വേറൊരാൾ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലത്തെ സംഭവമാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുമതലയുള്ള വസ്തു നോക്കി നടത്തുന്ന ആളിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു അത് 2 പേർക്കും കൂടെ ചിലവ് ചെയ്യുന്ന രീതിയിൽ നമുക്കിത് പൊളിച്ച് കെട്ടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 മേസനെയും 3 കയ്യാളെ ഏർപ്പാടാക്കി ഇന്ന് രാവിലെ വന്ന് പണി തുടങ്ങി. അപ്പം ഫൗണ്ടേഷൻ പൊളിച്ചതിന് ശേഷം അളന്ന് കുറ്റിയടിക്കാം എന്ന് പറഞ്ഞു. കാര്യം 165 സെൻറ്റിമീറ്റർ വീതി ഉണ്ടെന്നുള്ളതാണ്, വഴിക്ക് വീതി ഉണ്ടെന്നുള്ളതാണ് പ്രമാണത്തിൽ. അപ്പോൾ കരിങ്കല്ല് വെച്ച് കെട്ടിയിരുന്ന ഭാഗവും പിന്നെ അവിടെ ഒരു ഷീറ്റ് വെച്ച് മറച്ചിരുന്നു. ആ ഷീറ്റ് പൊളിച്ചത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഷീറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ കരിങ്കല്ലും പൊളിച്ച് അളന്ന് കുറ്റിയടിക്കാൻ പോയപ്പോഴത്തേക്ക് ഈ ബിജു എന്ന് പറഞ്ഞ ആൾ ഈ പോസ്റ്റിൻ്റെ അവിടുന്ന് ഈ പോസ്റ്റിൻ്റെ മൂല, അതായത് ഈ മതിലിൻ്റെ മൂലയിൽ നിന്ന് മാത്രമേ 165 അളക്കുള്ളൂ. ശരിക്കും പ്രമാണത്തിൽ ഈ മതിലിൻ്റെ മൂലയിൽ നിന്നാണ് 165 വരേണ്ടത്. അപ്പോൾ അങ്ങനെ തർക്കമായി. 2 കുറ്റി അടിച്ചിട്ടുണ്ട്, ഈ കുറ്റി അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ബിജു പറഞ്ഞ രീതിയിൽ വേറെ ഒരു കുറ്റി ഇവിടെ അടിച്ചിട്ടുണ്ട്. ഓക്കെ സാർ, അപ്പോൾ 2ഉം കയർ വലിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ വെച്ചാണ് കെട്ടുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വഴി, ഇവിടുത്തെ 3-4 വീടുകാർ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഒരടി കൂടെ വഴി കിട്ടും എന്നുള്ളതാണ് നമുക്കുണ്ടാകുന്നൊരു ഉപയോഗം. അപ്പോൾ അത് തർക്കമായിട്ട് ഇപ്പോൾ കെട്ടാതെ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഈ പൊളിച്ചെടുത്ത കല്ലുകളൊക്കെ ഇവിടെ തന്നെ ചാരി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് കയറി പോകുന്ന ഒരു വഴിയാണ്. ഈ കുട്ടികൾ ഈ വീട്ടിലോട്ടൊക്കെ പോകുന്ന 2-3 ബൈക്കുകളുണ്ട്. അപ്പോൾ അവർക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ കല്ല് എനിക്കൊന്ന് വഴിയിൽ നിന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ കല്ല് വാരി എനിക്ക് അവരെ വിളയിടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വാരി എൻ്റെ വിളയില്ല, ഇവിടെ ഈ വിളയ്ക്കകത്തോട്ട് വാരിയിടുകയാണ്. എപ്പോഴെങ്കിലും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് എടുത്ത് കൊടുക്കാം. എനിക്ക് അവരുടെ പെർമിഷൻ ഇല്ലാതെ ഇവിടെ വാരിയിടാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ മതിൽ വിളിച്ചു എന്ന് പറഞ്ഞൊരു പരാതി വരാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് മുൻകരുതൽ എടുക്കേണ്ടതെന്നുള്ള അറിയാനായിട്ടാണ്, അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ടാണ് സാറിൻ്റെ അടുത്ത് ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് സൂക്ഷിക്കുന്നത്.